let us continue our meditation on the Beatitudes. നമുക്ക് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിലുള്ള ആ 8 മനോഭാവങ്ങൾ ഒരു ശിഷ്യനെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന, ഒരു ക്രിസ്ത്യാനിയെ, ഒരു ദൈവ പൈതലിനെ വാസ്തവത്തിൽ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ആ 8 മനോഭാവങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ലാസ്റ്റ് വീക്ക് ചിന്തിച്ച ആ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. വേഴ്സ് 5, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. നാം കണ്ടു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവനെ അറിയിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമാകുന്ന അടയാളപ്പെടുത്തലാണ് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ദ 8 joyful attitudes that mark a Christian. ഈ കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. പ്രാരംഭമായിട്ട് നമ്മൾ കണ്ടു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം? ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്നുള്ളത് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഒരു ദൈവ പൈതലായി തീരുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം. നമ്മുടെ അയോഗ്യതയും നമ്മുടെ പാപാവസ്ഥയും തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ നീതിയിലും ക്രിസ്തുവിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിക്കുമ്പോഴാണ് ഒരു നഷ്ടപ്പെട്ട പാപി രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് വെറും കൈയായി ഞാനങ്ങ് ക്രൂശിൽ മാത്രം നമ്പുന്നു, നഗ്നൻ ഞാൻ നിൻ വസ്ത്രന്ത, ഹീനൻ ഞാൻ നിൻ കൃപത, റോക്ക് ഓഫ് ഏജസ് ക്ലെഫ് ഫോർ മീ എന്നുള്ള ആ ഗാനത്തിൻ്റെ അന്തസത്ത തന്നെ അതാണ്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ്. ആൻഡ് നോട്ട് ഓൺലി പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ഇറ്റ് കണ്ടിന്യൂസ് ഓൾ ത്രൂ ക്രിസ്ത്യൻ ലൈഫ്. അത് ആരംഭം മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടും വരെയും അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെയും നമ്മൾ ജീവിച്ചിരുന്നാൽ ആ നിമിഷം വരെയും ഒരു ദൈവ പൈതലിനെ തിരിച്ചറിയുന്ന ഒരു ഗുണമാണ് പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവിലുള്ള ദാരിദ്ര്യം. അതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടതുകൊണ്ട് നമുക്കവിടെ നിൽക്കുവാൻ സമയമില്ല. ഈ ആത്മാവിലുള്ള ദാരിദ്ര്യമാണ് നമ്മളെ ദുഃഖമുള്ളവരാക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനായി കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമുക്കറിയാം, അറ്റ്ലീസ്റ്റ് ലോകത്തിൽ തന്നെ 2 വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ഒന്ന് ലോകത്തിൻ്റെ ദുഃഖം. ലോകത്തിൻ്റെ ദുഃഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we desire for something and we are not given, we are annoyed, we are disappointed. അല്ലെങ്കിൽ മറ്റൊരുവനേക്കാളിലും എൻ്റെ തല ഉയർന്നിരിക്കണം, പക്ഷേ അത് സംഭവിക്കുന്നില്ല. ആ ദുഃഖമാണ് ഹാമാനുണ്ടായ ദുഃഖം. ഹാമാനെ അറിയാമല്ലോ ഇല്ലേ? ഹാമാനുണ്ടായ ദുഃഖം അതാ. ദാറ്റ് ഈസ് വേൾഡ്ലി ഗ്രീഫ്. അതിൻ്റെ വേറൊരു പതിപ്പാണ് ആ വേൾഡ്ലി ഗ്രീഫിൻ്റെ. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ക്ലാസിക് എക്സാമ്പിളാണ് യൂദ. അവനും വലിയ ദുഃഖമുണ്ടായി. അതിനെക്കുറിച്ച് ഫർദർ നമ്മൾ വായിക്കുന്നുണ്ട് എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ. ഏശാവിനെക്കുറിച്ച് ഈസോ in 12th chapter, that is worldly grief. Although he cried, he shed his tears to no avail. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. വേൾഡ്ലി ഗ്രീഫ് ഓൾവേസ്
leads to more disappointments and joylessness and a spirit of revenge. ഇതാ വേൾഡ്ലി ഗ്രീഫ് കൊണ്ടുണ്ടാകുന്നത്. എൻ്റെ നിലനിൽപ്പിനെ ഒരാൾ ചോദ്യം ചെയ്യുമ്പം എനിക്കുണ്ടാകുന്ന ഒരു റെസ്പോൺസാണ് അതെന്നിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? എ സ്പിരിറ്റ് ഓഫ് റിവെഞ്ച്, ബിറ്റർനെസ്. ദാറ്റ് ഈസ് വേൾഡ്ലി ഗ്രീഫ്സ്. അതിനെക്കുറിച്ച് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട്, എങ്കിലും ഞാൻ മുൻപോട്ട് പോകട്ടെ. എന്നാൽ ഗോഡ്ലി ഗ്രീഫ് എന്താ? ഗോഡ്ലി ഗ്രീഫിനെ കുറിച്ച് നമ്മൾ കണ്ടു 2 കൊരിന്ത്യൻസിൽ. അത് രണ്ടും കാണുന്നുണ്ട്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 ലോകത്തിൻ്റെ ദുഃഖം മരണത്തെ ഉളവാക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, ഇറ്റ് ലീഡ്സ് യു ടു റിപ്പൻറ്റൻസ്, ആൻഡ് ഇൻ ദാറ്റ് റിപ്പൻറ്റൻസ് ദർ ഈസ് നോ റിഗ്രറ്റ്. ഐ ഡോണ്ട് റിഗ്രറ്റ്. ഞാൻ സോറി പറഞ്ഞു, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, എന്നാൽ ഇന്ന് തോന്നുക വേണ്ടായിരുന്നു, അങ്ങനെ തോന്നുകയില്ല. അതിൻ്റെ പേരാണ് അനുതാപം ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പദം, ആ പദങ്ങളുടെ ആ അർത്ഥം നമ്മൾ ശരിയായി മനസ്സിലായില്ല, തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് അവിടെ അനുതാപം ഇല്ലാത്ത മാനസാന്തരത്തെ ഉളവാകുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുമ്പോൾ, എനിക്ക് ഗോഡ്ലി ഗ്രീഫ് ഉണ്ടാകുമ്പോൾ, ഞാനൊരു കാര്യത്തിന് വേണ്ടി അതിൻ്റെ പരിഹാരം വരുത്തുമ്പോൾ, പിന്നീട് കുറേ കഴിയുമ്പം ആർക്കു വേണ്ടി ഞാൻ സോറി പറഞ്ഞു അവൻ പിന്നെയും എന്നെ ദുഃഖിപ്പിക്കുമ്പം ഞാൻ പറയാം, അന്ന് ഞാനങ്ങനെ ചെയ്തു, വേണ്ടായിരുന്നു, he doesn't deserve that. No. True godly grief never repent of its godly spirit controlled, spirit driven action. സ്വയത്തിൽ നിന്നുള്ള ആക്ഷൻ അല്ല, ആത്മാവിനാൽ ഡ്രിവണായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് അടിവരയിടണം. അന്നേരത്തെ ഒരു ഇമോഷണൽ നിലയിൽ നിന്ന് പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവിനാൽ. I have thought through clearly. I have prayed about it, and now I feel that I should make restitution, and I made restitution. I got reconciled with that person, or whatever the situation may be. എന്തു ആകട്ടെ, ഏത് സിറ്റുവേഷനും ആകട്ടെ, ഞാൻ അതിന് പരിഹാരം വരുത്തി. Now I don't regret that. അതാണ് godly grief. Godly grief. We need more of godly grief. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. അപ്പോൾ ഈ ദൈവഹിതപ്രകാരമുള്ള ദുഃഖമുള്ള ഒരു ദൈവ പൈതലിന് അവൻ നാച്ചുറലി he will be meek. നോക്കിക്കേ, എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗോഡ്ലി ഗ്രീഫ് എന്നിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ മറ്റുള്ളവരെക്കാളും വലിയവനാണ് എന്ന ചിന്ത എന്നിലുണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് നമുക്കിന്ന് തുടർന്ന് അല്പസമയം ചിന്തിക്കാം. ഇന്ന് സാധാരണ നമ്മൾ എടുക്കുന്നത് പോലുള്ള സമയം എനിക്ക് മുൻപിലില്ല. ഇന്ന് നമുക്ക് നമ്മുടെ യൂത്ത് മീറ്റിംഗ് ഉണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ സമ്മാനമൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സമയം തീരെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ മീക്ക്നെസ്സിനെ എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാനായിട്ട് കഴിയുന്നത്? ഈ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഈ സൗമ്യതയെന്ന് പറഞ്ഞാൽ, ദിസ് മീക്ക്നെസ്, it is a humble and gentle attitude to others, which is determined by a true estimate of ourselves in the light of God's word and in God's holy presence.
ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവവചനം എന്നെ കൺവിക്റ്റ് ചെയ്യുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെടുക. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ there is a true estimate of myself. എന്നെക്കുറിച്ചുള്ള യഥാർത്ഥമാകുന്നൊരു വിലയിരുത്തൽ. ഈ യഥാർത്ഥമാകുന്ന വിലയിരുത്തൽ ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. 19-ാമത്തെ സങ്കീർത്തനം. അവിടെ there is two kinds of revelation. ഒന്ന് നാച്ചുറൽ റെവലേഷനാണ്. അത് ലോകത്തിൽ എല്ലാവർക്കും ഉണ്ട്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആ നാച്ചുറൽ റെവലേഷൻ അത് സകല മനുഷ്യർക്കും ഉണ്ടാകും. ഇന്ന് യൂറോപ്പിൽ ഒരു ചേണിങ് അപ്പ് നടക്കുകയാണ്. റാഷണലിസ്റ്റ് ആയിട്ടുള്ള പലരും പറയാൻ തുടങ്ങി, ദിസ് ഈസ് നോട്ട് ഇനഫ് ഫോർ ദ പ്രോബ്ലംസ് ദാറ്റ് വി ഫേസ് ടുഡേ. പലരും പറയാൻ തുടങ്ങി. ഈവൻ റിച്ചർഡ് ഡോക്കിൻസ് പോലും കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞു, ലെറ്റ് us bring back Christianity. ആ മനുഷ്യൻ പറഞ്ഞു, നിരീശ്വരവാദിയാണ്. പ്രിയപ്പെട്ടവരെ, കാരണം എന്താ? when you look around, when you look at the creation, when you look around you, you come to a realization there is somebody up there. ആരോ ഉണ്ട് ലോകത്തിലെ മനുഷ്യൻ. എന്നാൽ നമുക്ക് ലോകത്തിലെ മനുഷ്യൻ്റെ വെളിപ്പാടല്ല. താഴോട്ട് ദാവീദ് അത് പറഞ്ഞു വരുമ്പം, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ആരാണ് അല്പബുദ്ധി? ആ അല്പബുദ്ധിയെയാണ് സദൃശ്യവാക്യത്തിൽ ഫൂൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഫൂൾ. ആരാ ഫൂളെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, ബുദ്ധിയില്ലാത്തവനല്ല ഫൂള്. ബുദ്ധിയില്ലാത്തവനല്ല ഫൂള് വേദപുസ്തക പ്രകാരം. മോറലി ഡിഫിഷ്യൻ്റ് ആയിട്ടുള്ളവനാണ് വേദപുസ്തക പ്രകാരം ഫൂള്, മൂഢൻ. സദൃശ്യവാക്യം വായിച്ചു നോക്ക്. ഹു ഈസ് എ ഫൂൾ? എ പേഴ്സൺ ഹു ഈസ് നോട്ട് ഇൻ്റലക്ച്വലി ഡിഫിഷ്യൻറ്റ്, rather a person who is morally deficient. ദൈവഭക്തി ഇല്ലാത്ത ഒരുവനെ വേദപുസ്തകം വിളിക്കുന്നത് ഫൂളെന്നാണ്, മൂഢനെന്നാണ്. അപ്പോൾ ഈ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതെന്താ? തികവുള്ള യഹോവയുടെ ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിൻ്റെ മറ്റൊരു പേരാ യഹോവയുടെ സാക്ഷ്യം. സാക്ഷ്യം, ന്യായപ്രമാണം. ഈ അല്പബുദ്ധിയാകുന്ന എന്നെ അത് ജ്ഞാനിയാക്കുമ്പോൾ ദാവീദ് തുടർന്ന് പറയുക, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. മുന്നോട്ടൊന്ന് കാണിക്കാവോ? ഓക്കെ, മുന്നോട്ട്. ആ പൊന്നിലും ഓക്കെ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. അപ്പോൾ ഈ പ്രബോധനം തരുന്ന, പ്രമാണിക്കുവാൻ എന്നെ പ്രാപ്തമാക്കുന്ന, പ്രതിഫലം കിട്ടുന്ന ഈ ന്യായപ്രമാണത്തെ അനുസരിക്കുന്ന അല്പബുദ്ധിയാകുന്ന ഞാൻ ജ്ഞാനിയാകുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? അടുത്ത വാക്യം. ആരാ ജ്ഞാനി? നോക്ക്. Who is a wise person? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ.
അവൻ വേൾഡ്ലി വൈസ് അല്ല, ഗോഡ്ലി വൈസാ. പിൽഗ്രിം പ്രോഗ്രസ്സിൽ 2 ക്യാരക്ടറുണ്ട്. ഒന്ന് വേൾഡ്ലി വൈസ്, ലോകപ്രകാരം ഭയങ്കര ബുദ്ധിയുള്ളവൻ. There is another person, another character in Pilgrim Progress, godly wise, who is wise according to the word of God. തൻ്റെ തെറ്റുകളെ, മനസ്സിലായോ? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കാൻ കഴിയുന്ന ഇടമാണ് ദൈവസന്നിധാനം. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചനം 6-ാമത്തെ അധ്യായത്തിൽ അതുവരെ 5-ാമത്തെ അധ്യായം വരെ അവർക്കയ്യോ കഷ്ടം, ഇവർക്കയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ, when he truly saw himself in the majestic presence of Yahweh, his response was, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. അത് അക്നോളജ് ചെയ്തപ്പം ദൈവം അവനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഡോണ്ട് വറി ഐസയ, ഡോണ്ട് വറി, I have remedy for your uncleanness. I have remedy. ആർക്കാ റെമഡി ഉള്ളതെന്നറിയാമോ? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ. അപ്പോൾ സത്യത്തിൽ യഹോവയുടെ സന്നിധാനത്തിൽ, ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നാം പറയുന്നത്, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന യഹോവയുടെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, അതുവരെ അവരുടെ തെറ്റ് ഇവരുടെ തെറ്റ് നോക്കിക്കൊണ്ടിരുന്ന എനിക്ക്, ഐ ഹാവ് നോ ടൈം ടു ലുക്ക് around myself and see the wrongs of others and blow it out of proportion. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ എബിനെക്കുറിച്ച് 1-2 കാര്യം പറയാൻ പോവാം. എത്ര റാപ്റ്റായി നിങ്ങളുടെ അറ്റൻഷൻ! ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അശ്രദ്ധരായിരുന്നവരൊക്കെ കാര്യം എന്നാ? വേറൊരാട് തെറ്റെന്നാന്ന് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. മനസ്സിലായോ? വേദപുസ്തകം എന്നാ പറയുന്നേ? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ. What does the word of God do? ദൈവവചനം എന്താ ചെയ്യുന്നത്? ദൈവവചനം എന്നെ ക്രിയ ചെയ്യുക. So I come to realize that I need cleansing. I need cleansing. So when I know within myself that I need cleansing, that makes me a humble person towards others. You understand? മനസ്സിലാവുന്നുണ്ടോ? ഇതാ അതിൻ്റെ ഉറവിടം. എൻ്റെ തെറ്റുകളെ എനിക്ക് മനസ്സിലാവുമ്പോഴാണ് എനിക്കറിയാം. നമ്മൾ പലപ്പോഴും ഊറ്റം കൊള്ളുന്നത് എന്തിലാണെന്നറിയാമോ? നമ്മൾ ഊറ്റം കൊള്ളുന്നത് റോഡിൽ നടക്കുന്ന ഡ്രഗ്ഗീസിനെ പോലല്ലോ ഞാനെന്നാ. അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അവൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നില്ലല്ലോ. നോ, ആപേക്ഷികമായിട്ടല്ല നാം വിലയിരുത്തേണ്ടത്. ആരുമായിട്ടാണ് വിലയിരുത്തേണ്ടതെന്ന് അറിയാമോ?
ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ടാണ് നമ്മൾ നമ്മെ വിലയിരുത്തേണ്ടത്. ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് ഞാനും നിങ്ങളും നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. കർത്താവേ, ഐ നോ മൈ ഫെയിലിയേഴ്സ്. അപ്പോൾ അത് സോ the meekness which Jesus speaks here is a meekness that is born out of a true estimate of himself or herself, and that in turn will reflect in my character, in my attitude. That is meekness. ഇനി ഒരിടത്ത് ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു സഹോദരി, പുള്ളിക്കാരി ഇച്ചിരി സ്പിരിച്വലാണ് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് കോമാസ് സ്പിരിച്വൽ, നമ്മൾ പറയുന്ന സ്പിരിച്വൽ ഉണ്ടല്ലോ അത്. അപ്പോൾ പുള്ളിക്കാരി ആ സ്ഥാപനം നടത്തുന്നയാൾ ഒരു വിശ്വാസിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇച്ചിരിയുടെ ഒരു എന്തോ ഒരു അധികാര മനോഭാവമോ ഒരു ഏതാണ്ടൊന്ന് തോന്നി. പുള്ളിക്കാരി വന്ന് എന്നും പ്രശ്നം പിന്നെ സഹപ്രവർത്തകരുമായിട്ട് എന്നും ഏതെങ്കിലും കാര്യം പറഞ്ഞ് വഴക്കാം. ഒടുവിൽ ഗതികെട്ട് ആ സ്ഥാപനം നടത്തുന്ന വിശ്വാസി, ഞാൻ ഈ പറയുന്നതൊക്കെ ട്രൂ സ്റ്റോറീസാണ് കേട്ടോ, പക്ഷേ എങ്ങും തൊടാതെ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും കണ്ടുപിടിക്കില്ല ഇവിടാന്ന്. ഈ സ്ഥാപനം നടത്തുന്നയാൾ അവളെ വിളിച്ചു പറഞ്ഞു, സഹോദരി, നീ നിൻ്റെ കാര്യം നോക്കി ജോലി ചെയ്തങ്ങ് പോയാൽ മതി, നീ അവരെ ഭരിക്കണ്ട എന്ന് പറയേണ്ടി വന്നു. പുള്ളിക്കാരി അങ്ങ് ഞാനിവർക്ക് എല്ലാവർക്കും വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന. വാട്ട് ഈസ് ദ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർക്കെല്ലാവർക്കും വേണ്ടി, ഫലം വല്ലതും ഉണ്ടോ? ഒരു ഫലമില്ല. ഇവർക്കെല്ലാം വേണ്ടി ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, പക്ഷേ ആർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ കണ്ട കീരിയും പാമ്പും പോലെ. ഇതെന്തോ മറിമായം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്. വെൻ യു റിയലി യഥാർത്ഥത്തിൽ വെൻ യു എസ്റ്റിമേറ്റ് യുവർ സെൽഫ് റൈറ്റ്ലി ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ്സ് വേർഡ്, your attitude changes. Attitude, behavior changes. അത് ഞാൻ ഉണ്ടാക്കുന്ന ബിഹേവിയർ അല്ല. ഇനി ഞാൻ അതിലേക്ക് വരാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ കാര്യം മീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഐ എസ്റ്റിമേറ്റ് മൈസെൽഫ് ട്രൂലി ഇൻ ഗോഡ്സ് പ്രസൻസ് ആൻഡ് ദാറ്റ് ഇൻ ടേൺ controls me in my behavior. That is meekness. In my attitude towards others, that is meekness. That is meekness. അതിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ സൗമ്യത. പക്ഷെങ്കിൽ നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയാം, നമുക്ക് ദൈവസന്നിധാനത്തിൽ മീക്കാകാൻ ഒരു പ്രയാസമില്ല, ഇല്ലേ? ദൈവസന്നിധാനത്തിൽ ഏറ്റു പറയാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എന്തോ വേണേ ഏറ്റു പറയും. കർത്താവേ, പുഴുവാന്നേ, കീടമാണേ, മൺപൊടിയാണേ, എന്തെല്ലാം വാക്കുകളല്ലേ, ഡിക്ഷണറി വാക്കുകളില്ല. പക്ഷെ പ്രശ്നം എന്നാ, ഈ യഥാർത്ഥ വീക്ഷണം, when I have true estimate of myself, that will express, അതായത് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും എന്നെക്കുറിച്ച് എന്നോ പറഞ്ഞാൽ എനിക്ക് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അഫക്റ്റ്. ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ഭൃത്യൻ, അദ്ദേഹം ജർമ്മൻകാരനാണ്,
അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ കടന്നുപോയപ്പോൾ ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തെക്കുറിച്ച് വേറെ എന്താണ്ട് പറഞ്ഞു. അപ്പോൾ ഈ ടെയിൽ ബെയറർ ഉണ്ടല്ലോ, ഈ കൂട്ടിക്കൊടുക്കുന്ന ആൾക്കാർ, ചിലർക്ക് അതിന് ഭയങ്കര ശുശ്രൂഷയാണ്. ഇല്ലാത്ത ഉണ്ടാക്കി അതിനകത്ത് പിന്നെ ഇച്ചിരി ചൂടായി നിൽക്കുന്നവനോട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങ് കത്തിക്കും. എന്നിട്ട് പതുക്കെ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങ് സ്കൂട്ടി ചെയ്യും. ഇങ്ങനെയുള്ള പുള്ളികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരു ദിവസം ഈ കർത്താവിൻ്റെ ദാസനോട് വന്ന് പറഞ്ഞു, കേട്ടോ പാസ്റ്റേ, ഇങ്ങനെയൊക്കെ അയാൾ പറയുന്നത്. അതേ പറഞ്ഞു, അയ്യോ, ഐ ആം വേഴ്സ് ദാൻ വാട്ട് ഹി സെഡ്. നീ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ അയാൾ പറഞ്ഞെന്ന്, അതിനേക്കാളും വേഴ്സാ ഞാൻ. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അഫക്റ്റ് മീ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാനിവിടെ നിൽക്കുമ്പം ആർക്കെങ്കിലും വന്നെന്നെ ഒന്ന് തെള്ളിയിടണമെന്ന് തോന്നിയാൽ തെള്ളിയിടാം. എന്നാൽ ഞാനിവിടെ കിടക്കുക എന്നേലോ, നിങ്ങൾക്ക് എന്നെ തെള്ളിയിടാൻ പറ്റുമോ? പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹ്യൂമിലിറ്റി, ഇതാണ് സൗമ്യത, ഇതാണ് ഗോഡ്ലി മീക്ക്നെസ്. ഇത് നമ്മുടെ ശ്രമം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മിൽ സംഭവിക്കുമ്പോഴേ ഇത് നടക്കത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. കാരണം സംഖ്യാപുസ്തകം 12:3 മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: മോശയോ അവൻ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അതിസൗമ്യൻ. പക്ഷേ നമ്മൾ മോശയുടെ ചരിത്രം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 വർഷം പുറകോട്ടെടുത്താൽ അങ്ങനെ അല്ലായിരുന്നു മോശ. അങ്ങനെ അല്ലായിരുന്നു. നമുക്കറിയാം, ചരിത്രം അറിയാം. പക്ഷെങ്കിൽ അതുകൊണ്ടാണ് സ്തെഫാനോസ് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 7:24-25 വായിക്കണ്ട. കാരണം അവിടെ വളരെ കൃത്യമാണ്, അവിടുത്തെ ആ വാക്യത്തിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. മോശയെ ഓർത്തത്, എൻ്റെ പ്രവൃത്തിയാൽ എൻ്റെ ജനം എന്നെ അംഗീകരിക്കും എന്നൊക്കെയുള്ള ആ തീരുമാനത്തിലാണ് മോശ ആ പ്രവൃത്തി ചെയ്തത്. പക്ഷേ 40 years down the line, when God calls him, മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ പറയുന്നത് എന്നാ? കർത്താവേ, എന്നെ കൊണ്ടൊക്കുകയില്ലേ. വ്യത്യാസം കണ്ടോ? When God does his work, ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്നാണെന്നറിയാം. ഈ നല്ല ഗുണങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പ്രശ്നം എന്നാണെന്നറിയാമോ? ഉദാഹരണത്തിന്, ഞാൻ ഈ ഫോൺ എടുത്ത് മുകളിലോട്ട് എറിയാനൊന്നും പോകുന്നില്ല. സങ്കല്പിച്ചു, എറിയുക. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഇതവിടെ ഉയർന്നു നിൽക്കും. പക്ഷെങ്കിൽ ഇറ്റ് cannot withstand the pull of gravitation. It will fall down. ഇമിറ്റേറ്റ് ചെയ്യുന്ന സൗമ്യതയൊക്കെ അങ്ങനെ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇമിറ്റേറ്റ് ചെയ്യാം. ഞാൻ വലിയ സൗമ്യനാണെന്ന് ലോകക്കാരെ കാണിക്കാൻ എനിക്ക് എന്തോ വേണേൽ ചെയ്യാം. ലോകക്കാരെ അല്ല, സഭക്കാരെ. ലോകക്കാരെ എന്തിനാണ് കാണിക്കുന്നത്, അല്ലേ? എന്നാ നമ്മുടെ ചിന്ത. അതുകൊണ്ട് ഒരു സെക്യുലർ റൈറ്റർ ഒരു ക്രിസ്ത്യനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഒത്തിരി വർഷം മുമ്പ് വായിച്ച പദങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ: എ ക്രിസ്ത്യൻ ഇസ് എ പേഴ്സൺ ഹു റിപ്പൻസ് ഫോർ വാട്ട് ഹി ഡിഡ് on a Sunday morning, for what he did for the last 6 days, and on a Monday morning he is going to repeat it all over again. ക്രിസ്ത്യനെ ഡിഫൈൻ ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെ, നോ, ഇറ്റ് ക്യാൻ ബി ഇമിറ്റേറ്റ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണം മറക്കരുത്.
it cannot withstand the gravitational pull. It will fall on its own. എത്ര വലിയ ഇമിറ്റേഷനും, if that is not truly is the fruit of the Spirit, ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ഭാഗമായിട്ടെന്നിൽ ഉണ്ടാകുന്ന സൗമ്യതയല്ലാത്തതെല്ലാം ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അത് എക്സ്പോസ് ചെയ്യപ്പെടും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഒത്തിരി നാളൊന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇറ്റ് വിൽ ഫോൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, when God does his work in a person, you will see. അതാണ് സംഖ്യ 12:3 നമ്മൾ വായിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് when God does his work. അപ്പം നമ്മൾ ചിന്തിക്കും, എന്നാ കർത്താവേ എനിക്കിങ്ങനെ, എന്നാ കർത്താവേ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ, എൻ്റെ വൈഫ് ഇങ്ങനെ, എൻ്റെ പിള്ളേരിങ്ങനെ. എന്തിനാണെന്നറിയോ? ഇങ്ങോട്ട് വാടാ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടുന്ന കൊച്ചിനെ എന്തിനാ തന്നേക്കുന്നതെന്നറിയോ? സ്വർഗത്തിലെ അപ്പച്ചൻ്റെ മുന്നിൽ ഞാനും അതുപോലാണ് എന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? നമ്മളങ്ങനെ ആന്നു അല്ലെന്ന് നിങ്ങൾ പറയും. കർത്താവിനറിയാം. വൈ? സോ ഒരു ട്രൂ ആൻഡ് ജെനുവിൻ ചൈൽഡ് ഓഫ് ഗോഡിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സകലവും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവരുടെ കാര്യമാണ് പറയുന്നത്. അതിനൊരു എക്സ്ക്ലൂസിവിറ്റിയിലുണ്ട്. എല്ലാവർക്കും എല്ലാം ഒന്നും നന്മയ്ക്കൊന്നുമല്ല. നോ, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർ. ആരാ ദൈവത്തെ സ്നേഹിക്കുന്നവർ? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. അവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താണ് നന്മ? റോമർ 8:29. അവൻ അനേകം സഹോദരന്മാരിൽ, യേശുക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതാണ് നന്മ. മോർ ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് യേശുവിന് ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ സ്നേഹമുള്ളവനാണെന്നോ ഞാൻ വിശുദ്ധിയുള്ളവനാണെന്നോ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ക്വാളിറ്റിയിലേക്ക് കർത്താവ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നുണ്ട്. ഏതാണെന്നറിയാമോ? മത്തായി 11:29 വായിച്ചു പെട്ടെന്ന്. നോക്കിയേ, there is only one quality to which Jesus draws his attention. അത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ സകല പ്രശ്നത്തിൻ്റെയും അടിസ്ഥാന കാരണം ഐ വാണ്ട് ടു ഹാവ് മൈ വേ. അതാണ് അടിസ്ഥാന പ്രശ്നം. എനിക്ക് എൻ്റെ വഴി. അതാണ് ഏദനിൽ നമ്മൾ കണ്ടത്. ഏദനിൽ അതാണ് നമ്മൾ കാണുന്നത്. അതിന് കാരണക്കാരനായി തീർന്നത് പിശാചാണ്. ആ പിശാചിനൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. എന്നാണെന്നറിയാമോ? ആ പിശാചിൻ്റെ ക്വാളിറ്റി 1 തിമോത്തിയോസ് 3:6, 1 Timothy 3:6. പെട്ടെന്ന് വായിച്ചു, പെട്ടെന്ന് ക്യുക്ക്. 3:6 ഫസ്റ്റ്. നിഗളിച്ചിട്ട് പിശാചിന്. അപ്പം അവനിൽ അറിയപ്പെടുന്ന അവൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് നിഗളം. അതെങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും വേദപുസ്തകം പറയുന്നില്ല. പക്ഷേ നിഗളിച്ചിട്ട് പിശാചിൻ്റെ. അപ്പം നിങ്ങൾ എന്തൊക്കെയോ ലൂസിഫർ എന്നൊക്കെ പറഞ്ഞേക്കുന്ന അതൊന്നും ഐ ഡോണ്ട് നോ. അത് പിശാചിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഒരു കാര്യം ഉണ്ട്,
വേദപുസ്തകം പറയുന്നത് നിഗളിച്ചിട്ട് പിശാചിന് അങ്ങനെ സംഭവിച്ചു. നിഗളിച്ചു, അവൻ നിഗളിയായിട്ട് തീർന്നിട്ടാണ് അവൻ ശിക്ഷയിൽ അകപ്പെട്ടത്. അതുകൊണ്ട് ആ പുതുശിഷ്യനെ അരുതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അത് വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നിഗളിച്ചിട്ട് ഈ നിഗളിയായി തീർന്ന ഇവനാണ് ഹവ്വായിലൂടെ പ്രവർത്തിച്ചത്. ഐ വാണ്ട് ടു ഹാവ് മൈ വേ, അവിടെ തുടങ്ങുന്നത്. പക്ഷെങ്കിൽ ഇതിൽ നിന്ന് വീണ്ടെടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫിലിപ്പിയൻസ് 2:5 ഫിലിപ്പി ലേഖനം 2:5 വായിച്ചോ പെട്ടെന്ന്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നോക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സദൃശ്യത്തെ. സോ വെൻ യു ടോക്ക് അബൌട്ട് ദ റിഡംഷൻ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, റിഡംഷൻ ബിഗിൻസ് ഇൻ ഹ്യൂമിലിറ്റി, ഇൻ മേക്ക്നെസ്, അല്ലേ? അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ, ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ജനിക്കുന്നതിന് മുൻപ് എവിടെ ജനിക്കണമെന്ന് ഡിസൈഡ് ചെയ്യാൻ കഴിയുമായിരുന്ന ഒറ്റയാളെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ, അത് യേശു കർത്താവാണ്. ഒറ്റയാളെ ജനിച്ചിട്ടുള്ളൂ. എവിടെ ജനിക്കണമെന്ന് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ, അത് കർത്താവാണ്. പക്ഷേ ആ കർത്താവ് വന്ന് പിറന്നത് എവിടെയാണെന്നറിയാമോ? ജീനിയോളജി നോക്കിയാൽ അതൊന്നും അത്ര ക്ലിയർ ഒന്നുമല്ല. കാരണം അവിടെ താമാറുണ്ട്, രാഹാബുണ്ട്, പിന്നെ രൂത്തുണ്ട്, പിന്നെ ബത്സേബ ഉണ്ട്. ഡോക്ടർ മുരളീധർ ഒരിക്കൽ പറയുന്നത് കേട്ട് ബാത്സേബ ഓട്ടോറിറ്റീസ്. എനിവേ, ബത്സേബ ഉണ്ട്. നോട്ട് എ ഗുഡ് പെഡിഗ്രി, ഒരു നല്ല പാരമ്പര്യമൊന്നുമല്ല. നമ്മളൊക്കെ ഊറ്റം കൊള്ളുമല്ലോ. ഞാൻ മതിലെ കൊടുത്തതാ, സെൻറ്റ് തോമസിൻ്റെ നമ്പർ 2 ആണ്. ചുമ്മാല, ഒരു കഥയില്ല. എല്ലാവരുടെയും കുടുംബചരിത്രം നോക്കുമ്പം ഞങ്ങൾക്കും കൊണ്ടുവരണം. ഒടുവിൽ ചെന്നെത്തുന്നത് ബ്രാഹ്മൺ. എന്തോ അതിനകത്ത് ഇത്രയും, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. വാട്ട്? ഓൾ ഹാവ് സിൻഡ്. എന്തിനേറെ ഒറിജിനൽ അബ്രഹാമിൻ്റെ രക്തപാരമ്പര്യത്തിൽ വന്ന ആളുണ്ടല്ലോ, അവന് ഒരു ഗുണമില്ലെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെന്താ ക്ലെയിം ചെയ്യാൻ? നോ. ഞാൻ പറഞ്ഞു, വിഷയം മാറിപ്പോകാതെ പെട്ടെന്ന് മടങ്ങി വരട്ടെ. യേശു കർത്താവ് വന്ന് പറഞ്ഞത് വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ജീനിയോളജിയിലല്ല. മനുഷികമായിട്ട് ചിന്തിച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓൾ ഗോഡ്സ് ഗ്രേസ്. താമാർ അവിടെ ഉള്ളതും, രാഹബ് അവിടെ ഉള്ളതും, പിന്നെ റൂത്ത് അവിടെ ഉള്ളതും, അല്ലേ? ഇതെല്ലാം എന്താ? ഗ്രേസ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേസ്, വാട്ട് ഈസ് ദർ ഫോർ അസ് ടു ബോസ്റ്റ്? നത്തിങ്, അബ്സല്യൂട്ട്ലി നത്തിങ്. കൃപയാന്നേ പിന്നെ എന്തോ പുകഴാനാ? ഒന്നും പുകഴാനില്ല. അപ്പം ലീവ് ഓൾ ദാറ്റ് ബിഹൈൻഡ്. ഒന്നും പുകഴാനൊന്നുമില്ല, ആർക്കുമില്ല, ആർക്കുമില്ല. ഓക്കെ, ഇനി റിഡംഷൻ എവിടാ തുടങ്ങുന്നതെന്നറിയാമോ? എ ഹംബിൾ ബർത്ത്. അത് നമ്മൾ വായിക്കുന്ന, നമ്മൾ പറയും പുൽത്തൊട്ടിയിൽ ജനിച്ചെന്നൊക്കെ പറയും. പക്ഷേ പുൽത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തിയെന്നേ വായിക്കുന്നുള്ളൂ. അപ്പോൾ മേ ബി ഓൺ ദ വേ, അതായത് ആ ഇൻകീപ്പർ റെഫ്യൂസ് ചെയ്തപ്പോൾ, സ്ഥലമില്ല പൊക്കോളം പറഞ്ഞപ്പം, മേ ബി ഓൺ ദ വേ ആയിരിക്കാം, വഴിയരികളായിരിക്കാം ജനിച്ചത്. വി ഡോണ്ട് നോ, നമുക്കറിയത്തില്ല. എന്നിട്ട് കിടത്താൻ കിട്ടിയത് പുൽത്തൊട്ടിയ, ഇൻ എ മെയിഞ്ചർ.
എ ഹംബിൾ ബർത്ത്. പിന്നെ അവിടുത്തെ ജീവിതകാലം മുഴുവൻ രോഗം ശീലിച്ചവനായിട്ടും, ഇല്ലേ, അക്വൈൻറ്റഡ് വിത്ത് ഗ്രീഫ്, യഹോവയുടെ മുൻപാകെ വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെ അവിടുന്ന് വളരും. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, രൂപഗുണമില്ല. നമ്മളൊക്കെ വിചാരിച്ചു, യെശയ്യാ പറയുക, നമ്മളൊക്കെ വിചാരിച്ചു അവൻ്റെ അകൃത്യം നിമിത്തം അവൻ തകർക്കപ്പെട്ടെന്ന ഞങ്ങളൊക്കെ ഓർത്തത്. എന്നാൽ ഇപ്പം മനസ്സിലായി, ദൈവം കണ്ണു തുറന്നപ്പം നാം എല്ലാവരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യഹോവ അവൻ്റെ മേൽ ചുമത്തി. എ ഹംബിൾ ബർത്ത്, ഹംബിൾ ലൈഫ്, മോസ്റ്റ് വയലന്റ് ഡെത്ത് ഓൺ എ ക്രോസ്. ഇനിയും യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ സ്വർഗത്തിൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയാം? ഐസോ, ഞാൻ കണ്ടു. എന്നാ കണ്ടെന്നറിയാം? ദൈവസിംഹാസനത്തിൻ്റെ നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഹ്യൂമിലിറ്റി ഓൾ ത്രൂ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഇതിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എൻ്റെ നുകമെടുത്ത് എന്നോട് പഠിപ്പിൻ. പൗലോസ് എന്ന അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് കൊരിന്ത് സഭ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ആ കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ തൻ്റെ അപ്പോസ്തോലിക അധികാരത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞതെന്നറിയാം? 2 കൊരിന്ത്യർ 10:1-2 ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. വായിച്ചു. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച്, ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. He too, when faced with difficulties in the Corinthian church, he draws their attention to the meekness of Christ. ക്രിസ്തുവിൻ്റെ ശാന്തതയും സൗമ്യതയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മീക്ക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് enhances manliness. It beautifies feminineness. I don't know if I can use that word. ആ വാക്കാ ഇപ്പം മനസ്സിലോട്ട് വന്നത്. മേ ബി നിങ്ങൾ പറയില്ല അയാളൊരു പുതിയ വാക്ക് വരെ ഉണ്ടാക്കിയത്. മേ ബി ഇറ്റ് ബ്യൂട്ടിഫൈസ്, ഇറ്റ് അഡോൺസ് ഫെമിനിറ്റി. കേട്ടോ, അതൊരു കുറച്ചിലല്ല. ട്രൂ മീക്ക്നെസ്, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ട്രൂ മീക്ക്നെസ്സാണ് ഞാൻ പറയുന്നത്, ഇമിറ്റേഷൻ അല്ല. ഇമിറ്റേഷൻ അല്ല കേട്ടോ. ഇമിറ്റേഷന് ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം ഓർക്കണം. അത്രയേ ഉള്ളൂ അതിന് നിലനിൽപ്പ്. ഇറ്റ് ബ്യൂട്ടിഫൈസ് ഫെമിനിറ്റി, ഇറ്റ് അഡോൺസ് ഫെമിനിറ്റി, ആൻഡ് ഇറ്റ് എൻഹാൻസസ് മാൻലിനെസ്. ഓക്കെ, ഇതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? നമ്മൾ ചിന്തിക്കും, മെനി ഓഫ് us think those who are assertive, those who are able to assert themselves, they will get on with life. No, the Bible doesn't say that. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്കെന്തോ കിട്ടുമെന്നറിയാമോ? അവർ ഭൂമിയെ കൈവശമാക്കും. നമ്മൾ ചിന്തിക്കും ഇത് പഴയ നിയമത്തിലും ഇങ്ങനെ തന്നെ. അതാണ് 37-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. പക്ഷെങ്കിൽ അസർട്ടീവായിട്ടുള്ളവർ, അവരുടെ ആ 9-ഉം 10-ഉം വാക്യങ്ങളിൽ ദുഷ്പ്രവർത്തിക്കാരെന്തോ ചെയ്യുമെന്നറിയാമോ? ഛേദിക്കപ്പെടും.
യഹോവയിൽ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശം. നമ്മൾ വി മേ തിങ്ക് അസർട്ടീവായിട്ടുള്ള ആൾക്കാർ ദേ ആർ വിന്നിങ് ഇൻ ലൈഫ് എന്ന് ചിന്തിക്കും. നോ, അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദ മീക്ക്. മേ ഗോഡ് ബ്ലെസ്സസ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനേ അത് കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തോ സ്റ്റെപ്പ് എടുത്താലും കഴിയുകയില്ല. ഓൺലി ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ഓൺലി ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ഓൺലി ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ക്യാൻ അക്കംപ്ലിഷ് ദിസ്. ഐ കനോട്ട്. നമുക്ക് പറ്റുകയില്ല, നമുക്ക് അസാധ്യമാണ്. വൈ ഡോണ്ട് വി പ്രേ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. എ ട്രൂ ഫുൾനെസ് ഓഫ് യുവർ സ്പിരിറ്റ്. സഹോദരന്മാരിൽ ഒരാൾക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം.